സർ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ CPM-ന്റെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ആര് മത്സരിക്കും, ആരൊക്കെ ഇത്തവണ കളിക്കില്ല എന്നതാണ്. മണിയാശാനെ വെട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ P. ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റില്ല. സ്വരാജ് തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമേ ഇല്ല, താല്പര്യമേ ഇല്ല എന്നറിയിക്കുന്നു. KK ശൈലജ ആഗ്രഹിച്ച മണ്ഡലത്തിൽ നിന്നല്ല മത്സരിക്കുക എന്നറിയാൻ സാധിക്കുന്നു. പലരെയും ഒതുക്കിയിട്ടുണ്ട്, വെട്ടിമാറ്റിയിട്ടുണ്ട്, പാടെ മുഖം തിരിച്ച് നടന്നിട്ടുമുണ്ട്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ, അധികാരത്തിൽ വരാൻ അവർ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരം കടുംവെട്ട് നടന്നത്? ഇതൊരു കമ്മ്യൂണിസ്റ്റ് നിലപാടാണ്. അതുകൊണ്ട് ഇത്തരം കടുംവെട്ട് അനിവാര്യമാണ്. ലോകത്തെ 54 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ ആ 50 രാജ്യങ്ങളിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ നമുക്കിത് മനസ്സിലാവും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് ഒരു അട്ടിമറിയിലൂടെ ആയിരിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കുന്ന അട്ടിമറിയിലൂടെ ആയിരിക്കില്ല. മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന അട്ടിമറിയുടെ തലപ്പത്ത് കയറി അട്ടിമറിച്ചവനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം തട്ടിയെടുക്കുക എന്ന നയമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, അത് റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവർത്തിച്ച നയം. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്. കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠ സ്വാമികളും അടക്കം നിരവധി ആൾക്കാർ നടത്തിയ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഉഴുതുമറിച്ചിട്ട മണ്ണിലേക്കാണ് കമ്മ്യൂണിസ്റ്റുകാർ വിത്ത് വിതച്ചതും വിള കൊയ്തതും. അതായത് സാമൂഹ്യ പരിഷ്കരണത്തിലും സാമൂഹികമായ വലിയൊരു വിപ്ലവത്തിന്റെയും ഏറ്റവും പീക്കിൽ നിൽക്കുന്ന അവസരത്തിൽ അതിനെ പൊളിറ്റിക്കൽ അധികാരമാക്കി മാറ്റാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് അവർ പറയാൻ തുടങ്ങി, അന്ന് മുതൽ അവരുണ്ടാക്കുന്ന നറേറ്റീവാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന് മുഴുവൻ നെടുനായകത്വം വഹിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞ് പാടി പരത്തി അവരൊക്കെ കൊണ്ടുപോയി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് നയം എന്ന് ഞാൻ പറഞ്ഞത് അധികാരത്തിൽ വരുന്ന ഒരു പ്രധാന വ്യക്തി, അത് സോവിയറ്റ് യൂണിയനിൽ ലെനിനായിരുന്നു, അത് ചൈനയിൽ മാവോ സേതുങ് ആയിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ കേരളത്തിൽ ഏറ്റവും വലിയ ഏകാധിപതിയായി പിണറായി വിജയൻ വന്നിരിക്കുന്നു. പിണറായി വിജയൻ 2 തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നപ്പോഴേക്കും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വഭാവം പുറത്തെടുത്തു. ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് അധികാരത്തിൽ വരാത്തത് കൊണ്ട് അന്ന് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ നേതാക്കളോ ഈ സ്വഭാവം പുറമെ കാണിച്ചില്ല എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ പിണറായി വിജയന് കാര്യം മനസ്സിലായി. 2 തവണ അധികാരത്തിൽ വന്നു, പാർട്ടി എന്റെ കൈപ്പിടിയിലായി. ഇനി ഞാൻ പറയുന്നവര് മാത്രം നിയമസഭയിലെത്തിയാൽ മതി, ഇനി ഞാൻ ആഗ്രഹിക്കുന്നവർ മാത്രം മന്ത്രിമാരായാൽ മതി. ആ നിലയിലുള്ള ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചു. അതിന് പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസത്തെ കുറ്റം പറയാൻ പറ്റില്ല. അത് കമ്മ്യൂണിസത്തിന്റെ DNA-യിലുള്ള കാര്യമാണ്. ഏകാധിപത്യം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് DNA ആണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കറ കളഞ്ഞ 100% ഊതിക്കാച്ചിയ പൊന്നുപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ആ കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പാക്കുകയാണ്. അതായത് വിവരമുള്ളവൻ, വിദ്യാഭ്യാസമുള്ളവൻ, കഴിവുള്ളവൻ, ജനപിന്തുണയുള്ളവൻ, ഇവനൊന്നും ഇനി ജയിച്ചു വരരുത്. മാത്രമല്ല, ഇനി എന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനോ ശബ്ദമുയർത്താനോ മുഖത്തേക്ക് നോക്കാനോ കഴിവുള്ളവനും ജയിച്ചു വരരുത്. പാരമ്പര്യമുള്ളവരും പഴക്കമുള്ളവരും കഷ്ടപ്പെട്ടവരും പണിയെടുത്തവരും പീഡനം അനുഭവിച്ചവരും ജയിലിൽ കിടന്നവരും ഒന്നും ഇനി ജയിച്ചു വരരുത്. ഇനി ജയിച്ചു വരുന്നതൊക്കെ എന്റെ ചുറ്റും നിൽക്കുന്ന ഉപഗ്രഹങ്ങളും ഇറാൻ മൂളികളുമായിരിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിണറായി വിജയൻ അനുവർത്തിക്കുന്നത്. എന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇപ്പോ ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിലേക്ക് നോക്കൂ. ആലപ്പുഴ ജില്ലയിൽ തോമസ് ഐസക് ഉണ്ട്, സീറ്റില്ല. ജി സുധാകരനുണ്ട്, സീറ്റില്ല. CS സുജാതയുണ്ട്, സീറ്റില്ല. ഓർക്കണം, VS അച്യുതാനന്ദന്റെയും മറ്റും ജില്ലയാണ് ആലപ്പുഴ ജില്ല. പുന്നപ്ര വയലാറിന്റെ ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട സീനിയേഴ്സ് ആയിട്ടുള്ള ആർക്കും സീറ്റില്ല. കണ്ണൂരേക്ക് നോക്കൂ. നേരത്തെ ഇവിടെ നീതു സൂചിപ്പിച്ചതുപോലെ തന്നെ ജയരാജന്മാർക്കൊന്നും സീറ്റില്ല. ജയരാജന്മാർക്ക് എന്തെല്ലാം കുറ്റമുണ്ടെന്ന് പറഞ്ഞാലും പ്രസ്ഥാനത്തെ പൊക്കി എടുത്ത് അധികാരത്തിൽ എത്തിച്ചത് ഈ ജയരാജന്മാരടക്കമുള്ള സീനിയേഴ്സ് ആണ്. ഇപ്പോൾ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോകുന്നവർ, പുസ്തകം എഴുതിയതിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്നവർ, നിരാശരായി പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നവർ, ഇവരെയൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ കോട്ടയം ജില്ലയില്
4 തവണ MLA ആയിരുന്ന പിതാവിന്റെ മകൻ, 2 തവണ MLA ആയിരുന്ന ആള് ഇപ്പോൾ രാജിവെച്ച് BJP സ്ഥാനാർത്ഥിയാവുകയാണ്. അപ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി പണിയെടുത്ത എല്ലുമുറിയെ അടിമേടിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് പാർട്ടി വിട്ടു വല്ല BJPയിലോ മറ്റു പാർട്ടിയിലോ അതല്ലെങ്കിൽ അജ്ഞാതവാസത്തിലോ പോവുകയാണ്. എന്താ കാരണം? ഏകഛത്രാധിപതിയായിട്ടുള്ള നിഷ്ഠൂരനായിട്ടുള്ള പിണറായിയെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്, അവരുടെ കീഴിൽ, ആ പിണറായിയുടെ കീഴിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക മുഴുവൻ വായിച്ചു നോക്കിക്കൊള്ളൂ, എല്ലാം പിണറായി ഭക്തന്മാർ മാത്രമായിരിക്കും. തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു പാർട്ടിയും ഭരണകൂടവും വീണ്ടും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിണറായി ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മാറ്റം എന്നുള്ളത് ഏകാധിപത്യത്തിലേക്ക് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. സർ, അങ്ങനെ ഇത്തരത്തിലൊരു ഏകാധിപത്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ അത്തരത്തിൽ പുറത്തിറക്കിയ ഈ പട്ടിക, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഡാമേജ് എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കാനാണ് സാധ്യത. ഇത് എത്രത്തോളം പിണറായി വിജയന് പരിഹരിക്കാൻ സാധിക്കും? സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിഷയം നമ്മളെക്കാൾ ഉപരി പിണറായി വിജയന് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെ വെട്ടി നിരത്തിയാൽ, ഏകാധിപത്യം അടിച്ചേൽപ്പിച്ചാൽ, കഴിവില്ലാത്തവരെ കുത്തി നിറച്ചാൽ അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യം പിണറായി വിജയന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. എന്നിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നയം സ്വീകരിക്കുന്നത്? അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ, അതായത് മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് തീവ്രവാദി ശക്തികൾ CPM-ഉമായിട്ട് ചേർന്നുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വ്യക്തമായി കണ്ടതാണ്. അപ്പോ അത് PDP ആണെങ്കിലും, അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, അത് മൗദൂദി സംഘടനകളാണെങ്കിലും, അത് മറ്റ് ഇപ്പം PFI പോലെയുള്ള സംഘടനകൾ, SDPI അങ്ങനെയുള്ളവരാണെങ്കിലും, അവരുമായിട്ടെല്ലാം വളരെ കൃത്യമായ ഡീല് ഉറപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. അതുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ ആരെയൊക്കെ വെട്ടി നിരത്തിയാലും ചവിട്ടി പുറത്താക്കിയാലും പകരം അതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിച്ച് തരാൻ കഴിയുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ കൂടെ നിർത്തി എന്നുള്ളതിന്റെ ആത്മവിശ്വാസവും അഹങ്കാരവുമാണ് പിണറായി വിജയൻ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ പോലെയുള്ള ഒരു ഏകാധിപതിയെ കയ്യിൽ കിട്ടിയാൽ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് വ്യക്തമായിട്ട് അറിയാം. അന്താരാഷ്ട്ര തലത്തിൽ നോക്കൂ, അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അവിടെയൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വന്നത് തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ്. എന്നതുപോലെ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളും അവർ നൽകുന്ന വോട്ട് ബാങ്കിന്റെ പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഇത്ര ധിക്കാരപരമായിട്ട് സ്വന്തം പാർട്ടി നേതാക്കളെ വെട്ടി നിരത്താനുള്ള ആത്മവിശ്വാസം സംഭരിച്ചിരിക്കുന്നത്. യെസ്, ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ് അല്ലെങ്കിൽ ഒരു ശൈലിയാണ്, ശീലമാണ് ഇത്തരത്തിൽ കടും വെട്ട് നടത്തുക എന്നുള്ളത്. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർ പുറത്തിറക്കിയ ഈ ഒരു പട്ടികയിലും നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ വേണ്ട, ആരൊക്കെ മത്സരിച്ചാൽ ഏതൊക്കെ രീതിയിൽ മന്ത്രിസ്ഥാനങ്ങൾ കൈമാറേണ്ടി വരും, മൂന്നാം പിണറായി സർക്കാർ തന്നെ എന്ന് ഉറപ്പിച്ചവരുടെ തീരുമാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ പുറത്തിറക്കിയ പട്ടികയാണ് നമ്മൾ കണ്ടത്. ഫൈനൽ ഡിസിഷൻ എന്തായിരിക്കും CPM എടുക്കുക എന്നതും വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അറിയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.